ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാജ്യത്തിനെതിരായി സംസാരിക്കണം. നല്ലത് പറഞ്ഞാൽ പാർട്ടിക്ക് പുറത്താണ്. അതാണ് നാം ഇപ്പോൾ ഉത്തർപ്രദേശിൽ കണ്ടത്. ഒരു MLA ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട് യോഗിയെ പുകഴ്ത്തിയതും പുറത്താക്കി, പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. മറ്റാരുമല്ല, ഇന്ത്യ മുന്നണിയുടെ പ്രധാന മുഖമായ അഖിലേഷ് യാദവ് ആണ് ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലത് പറയാൻ പാടില്ല, നല്ലത് ചെയ്യാൻ പാടില്ല, രാജ്യവിരുദ്ധത പറയുക, പാകിസ്ഥാൻ അനുകൂലമായി സംസാരിക്കുക, ട്രംപിന് അനുകൂലമായി സംസാരിക്കുക, ജിഹാദികൾക്ക് അനുകൂലമായി സംസാരിക്കുക, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ ഒരു പദവിയുണ്ട്. അങ്ങനെ തന്നെയാണ്. അത് പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൽ ഗുണ്ടാരാജ് നടക്കുന്ന സ്ഥലമാണല്ലോ. നോക്കൂ, അവിടെ ഗുണ്ടകളെ കുറേ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറേ പേരെ വകവരുത്തിയിട്ടുണ്ട്. ഈ ഗുണ്ടകളുടെയൊക്കെ പേര് വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നറിയാം. നമ്മളിപ്പോൾ വിഭജനത്തിൻ്റെ വേദനയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ആ ദിനമാണിപ്പോൾ കടന്നുപോയത്. അത് ആചരിക്കുന്നതിനെതിരെയാണ് ഇവിടെ വലിയ തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്താൻ SFIയും KSU ഒരുമിച്ച് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. ആ യാഥാർത്ഥ്യം മറയ്ക്കാനുള്ള, അത് ചിലരെയൊക്കെ വിഷമിപ്പിക്കും. അവിടെയുണ്ട് ഈ ന്യൂനപക്ഷ പ്രകടനം എന്ന് പറയുന്നത് പോലെ. പണ്ട് ബ്രാഹ്മണർക്ക് ഈ കൊല്ലും കൊലയ്ക്കും എല്ലാം അധികാരം ഉണ്ടായിരുന്നു. നാട്ടിലുള്ള ഏത് കന്യകയെയും ഭരിക്കുന്നതിനും അധികാരമുണ്ട്. അത് അവരുടെ ഇഷ്ടപ്പെടും. എല്ലാ ബ്രാഹ്മണരും അങ്ങനെയാണെന്നല്ല, ചിലർക്ക് അതിന് അധികാരമുണ്ട്. ആരും ചോദ്യം ചെയ്യാൻ പാടില്ല, ഇവരെ ആരും ഒന്നും ചെയ്യാനും പാടില്ല. ബ്രഹ്മഹത്യ പാപം എന്നുള്ളൊരു വിശ്വാസം അത് ഏതെങ്കിലും വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒന്നും പറഞ്ഞിട്ടുള്ള ഹിന്ദുമതത്തിൻ്റെ ഏതെങ്കിലും പ്രൗഢ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടല്ല. ഒരു ആചാരമായിട്ട് അങ്ങനെ മുതലെടുത്തുകൊണ്ട് ഒരു എക്സ്പ്ലോയിറ്റേഷൻ നടത്തിയിരുന്നതാണ്. അങ്ങനെ ഒരു സ്ഥാനമാണ് പണ്ട് നമ്മുടെ സമൂഹത്തിൽ തൊട്ടുകൂടായ്മയും തീണ്ടലും തൊടിയിലും ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ എന്തു സ്ഥാനമാണോ സവർണ സമുദായത്തിലെ ഏറ്റവും ഉന്നതമായ ഹയറാർക്കി എന്ന് കരുതിയിരുന്ന ബ്രാഹ്മണർക്കുണ്ടായിരുന്നത്, ആ സ്ഥാനമാണ് കൽപ്പിച്ചു നൽകിയിരുന്നത് മുസ്ലിങ്ങൾക്ക്. ഉത്തർപ്രദേശിൽ കോൺഗ്രസിൻ്റെ ഭരണകാലം തൊട്ട് യാദവന്മാരുടെ ഭരണകാലം വരെ, അത് മുലായം സിംഗ് യാദവിൻ്റെ കാലത്തായാലും അദ്ദേഹത്തിൻ്റെ മകനായി ഇപ്പോൾ അരുള് ചെയ്യുന്ന അഖിലേഷ് യാദവിൻ്റെ കാലത്തായാലും, ഇനിയിപ്പോൾ അഖിലേഷ് യാദവിൻ്റെ മകൻ, അഖിലേഷിൻ്റെയും ഡിംപിൾ യാദവിൻ്റെയും മകൻ അടുത്ത മകളാണല്ലേ, സ്ഥാനാരോഹണത്തിന് തയ്യാറായി നിൽക്കുന്നുണ്ട്. അവരുടെ എല്ലാ മണ്ഡലങ്ങളിൽ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ കള്ളവോട്ടുകൾ ധാരാളമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഭാരം വയ്ക്കാൻ വേണ്ടിയാണോ രാഹുൽ ഗാന്ധി ഈ വിഷയം എടുത്തിട്ടതെന്ന് സംശയം തോന്നിപ്പോകുന്നു. അമ്പ് കൊള്ളാത്തവരില്ല ഗുരുക്കളിൽ എന്ന് പറയുമ്പോൾ ഇത് സമഗ്രമായിട്ട് പരീക്ഷിച്ചു നോക്കുമ്പോൾ ഇവിടെ എല്ലാം ധാരാളമായിട്ട് കള്ളവോട്ടുകളും കണ്ടുകൂടുന്നു. എന്ന് കള്ളത്തരങ്ങളും വ്യാജങ്ങളും ഒക്കെയാണ് പെരുകിയിരുന്നത് അവരുടെ ഭരണകാലത്ത്. ഇപ്പോൾ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ആൾ വന്നപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കുടുംബ താല്പര്യങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികളെ മുഖ്യമന്ത്രിയാക്കാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം അനന്തരാവകാശികൾ അങ്ങനെ ഇല്ല. അദ്ദേഹം ഒരു പൂജാരിയായിരുന്നു, ബ്രഹ്മചാരിയായിരുന്നു. അങ്ങനെയുള്ള മനുഷ്യൻ ദീർഘകായനൊന്നുമല്ല ഉത്തർപ്രദേശുകാരെ പോലെ. വെറും ഹ്രസ്വകായനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ധൈര്യവും തൻ്റെ ഇടവും ചങ്കൂറ്റവും എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഒരിക്കലും നേരിടാൻ കഴിയാത്തവരെന്ന് വിചാരിച്ചിരുന്ന ആളുകൾ ഭക്തിപൂർവം ആരാധിച്ചിരുന്ന ഈ ഗുണ്ടാരാജിൻ്റെ ആശാന്മാരെ ഓരോന്നായിട്ട് നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഭരണഘടനയിലുള്ള ശിക്ഷാ നിയമങ്ങൾ കൊണ്ടൊന്നും ഇവരെ നേരിടാൻ പറ്റില്ല. അത്രമാത്രം പഠിച്ച കള്ളന്മാരാണ് ഇവർ. ആ കള്ളന്മാരെയൊക്കെ തന്നെ അദ്ദേഹം തൻ്റെ ഇടം കൊണ്ടും കൂടി, നിയമങ്ങളനുസരിച്ചും തൻ്റെ ഇടം ഉൾക്കൊണ്ടുകൊണ്ടും ഇച്ഛാശക്തിയോടുകൂടി TN ശേഷൻ എങ്ങനെ അഴിമതി മലീമസമായിരുന്ന, ബൂത്തുപിടുത്തവും മറ്റതിക്രമങ്ങളും ഒക്കെ ധാരാളമായിരുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹത്തിൻ്റെ ഉരുക്കും മുഷ്ടി കൊണ്ട് പരിഷ്കാരങ്ങൾ വരുത്തിയോ അതുപോലെ പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള എതിർപ്പുകളും വന്നുകൊണ്ടിരിക്കുന്നു ശക്തമായിട്ട്. അതിൽ ഈ ന്യൂനപക്ഷക്കാരെല്ലാം അദ്ദേഹത്തിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. കാരണം ബ്രാഹ്മണ സ്ഥാനം വഹിച്ചുകൊണ്ട് എന്തു തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടാതിരുന്ന ഗുണ്ടാരാജാക്കന്മാർ ഓരോരുത്തരായിട്ട് വീണുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഏതാനും വർഷങ്ങളായിട്ട് കണ്ടിരിക്കുന്നത്. ഗുണ്ടാരാജ് എന്നുള്ളതിൽ നിന്ന് ഇപ്പോൾ സദ്ഭരണം നടക്കുന്ന ഒരു ധർമ്മരാജ്യമായിട്ട് അവിടെ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അവിടെ വികസനത്തിൻ്റെ ഒരു കുതിപ്പും നമ്മൾ സാധാരണഗതിയിൽ യാഥാസ്ഥിതികനെന്ന് കരുതാൻ സാധ്യതയുള്ള ഈ MLA പുറത്താക്കി തന്നെയല്ലേ തൻ്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോഴാണ് ഈ സത്യം ഇപ്പോൾ SP എന്ന് പറയുന്ന സമാജ്വാദി പാർട്ടിയിലേക്കും കടന്നെത്തി അവിടെ പ്രശ്നങ്ങളുണ്ടാകും. കാരണം യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത് മൂടപ്പെടാൻ
മൂടപ്പെടാൻ സാധ്യമല്ലാത്ത ഒന്നാണ്. സത്യമേവ ജയതേ എന്ന് പറഞ്ഞതുപോലെ ഹിരണ്യപാത്രം കൊണ്ട് ഇത്രയും കാലം മൂടിയിരുന്ന ആ സത്യം തുറന്ന് പുറത്തു വന്നിട്ട് സമാജ്വാദി പാർട്ടിയിലെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു. കാരണം യോഗി ആദിത്യനാഥ് നടത്തുന്ന ഈ സൽഭരണം അക്രമകാരികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ എടുക്കുന്ന നിലപാട്, അതിനെ പ്രകീർത്തിക്കേണ്ടി വന്നു നിയമസഭയിൽ സമാജ്വാദി പാർട്ടിയിലെ ഒരു സ്ത്രീരത്നമായ MLAയ്ക്കും. അവരുടെ പേരാണ് പൂജാ പാൽ. ഈ പൂജാ പാലിൻ്റെ ഭർത്താവ് ഏതാനും നാളുകൾക്ക് മുമ്പ് അവിടുത്തെ ഒരു ഗുണ്ടാ നേതാവും രാഷ്ട്രീയക്കാരനുമായ അത്തീഖ് അഹമ്മദ് എന്ന് പറയുന്ന ഗുണ്ടാരാജ, ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഗുണ്ടാ തലവൻ കൊന്നിരുന്നു ഇവരുടെ ഭർത്താവിനെ. എന്താണ് ഉദ്ദേശമെന്നറിയില്ല, അത് അവർ പറയുന്നുമില്ല. അതിന് പ്രതികാരം ചെയ്ത് അയാളെ ഇല്ലാതാക്കി നമ്മുടെ അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ആ ചെറിയ മനുഷ്യൻ. അവർ പരസ്യമായിട്ട് ആ സ്ത്രീ മാന്യമായിട്ട് സത്യസന്ധമായിട്ട് പുകഴ്ത്തി സംസാരിച്ചു യോഗി ആദിത്യനാഥിനെ. ഇത് കേട്ട് SP വൃത്തങ്ങൾ ഞെട്ടി. കാരണം ഇതുവരെ ഈ ഗുണ്ടാ രാജാക്കന്മാരെ മാത്രം പുകഴ്ത്തിയുള്ള ശബ്ദങ്ങളെ, വായ്ത്താരികളെ അവരുടെ പാർട്ടി MLAമാരിൽ നിന്ന് അവർ കേട്ടുള്ളൂ. ആദ്യമായിട്ട് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെ വിമർശിക്കുന്ന ഒരു ശബ്ദം, സത്യസന്ധമായ ശബ്ദം അവരുടെ പാർട്ടിയിൽ നിന്ന് വന്നു. ഇപ്പോൾ സത്യം പറഞ്ഞപ്പോൾ ശശി തരൂരിനെതിരെ പുരികങ്ങൾ കോൺഗ്രസിൽ ഉയർന്നതുപോലെ അവരുടെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു. ഇപ്പോൾ കഷ്ടകാലത്തിന് പൂജാ പാൽ സത്യം പറഞ്ഞതിന് പുറത്തായിരിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ ബ്രൂണോയെ ചുട്ടുകരിച്ചതുപോലെ സത്യം പറഞ്ഞതിന് ഇവരെ അതിൻ്റെ ഇരയാക്കിയിരിക്കുന്നു. സത്യം പറഞ്ഞതിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. സ്വാഭാവികമായിട്ടും അപ്പോൾ MLA സ്ഥാനവും നഷ്ടപ്പെടുന്ന ഒരു പരുവത്തിലാണ്. എന്നാലും ഭർത്താവിൻ്റെ കൊലപാതകികളോട് പ്രതികാരം ചെയ്തല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഇപ്പോഴും അവർ. അപ്പോൾ ആ സത്യമെന്ന് പറയുന്നത് ശത്രുനിരകളിൽ പോലും ചെന്ന് ബ്രഹ്മാസ്ത്രം പോലെ തറയ്ക്കുകയും അവർക്കൊരു MLAമാരുടെ എണ്ണം വളരെ കുറവാണ്, ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ്. ആ പാർട്ടി ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളുടെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയ MLAമാരിൽ ഒരാൾ പൂജാ പാൽ, അതൊരു സ്ത്രീ, ഇപ്പോൾ പുറത്താക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നോക്കിയോണം അസഹ്യത ആരാണ് പുലർത്തുന്നത്? എന്താണ് അവർ തെറ്റി പറഞ്ഞത്? എൻ്റെ ഭർത്താവിൻ്റെ ഘാതകരോട് അദ്ദേഹം അവഞ്ച് ചെയ്തിരിക്കുന്നു. ആ സത്യം ഒന്ന് പറഞ്ഞു തരും. വിഷൻ 2047 2047, അതായത് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് 100 വർഷം കഴിയുമ്പോൾ എങ്ങനെയിരിക്കണം ഉത്തർപ്രദേശ് എന്ന വളരെ വികസനാത്മകമായ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടയിലാണ് ഈ രാഷ്ട്രീയ കൊലപാതകം സമാജ്വാദി പാർട്ടി നടത്തിയതെന്ന് ഓർക്കണം. അപ്പോൾ എത്രമാത്രം ശക്തമാണ് നമ്മുടെ യോഗി ആദിത്യനാഥിൻ്റെ കരങ്ങൾ എന്നുള്ളതിൻ്റെ ഒരു വെളിപാട് കൂടിയാണ്. ഇതുവരെ ഒരൊറ്റ മുഖ്യമന്ത്രിക്കും അതിശക്തരായിട്ടുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രിമാരവിടെ ഭരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുലായം സിംഗ് യാദവിനെ പോലെ ഗുസ്തിക്കാരനായിട്ടുള്ള ശക്തനും അദാനിയുടെ രഥയാത്ര തടഞ്ഞ ആൾ അവിടെ ഭരിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും കഴിയാത്തത്ര ഭംഗിയായിട്ട് ഈ കൃത്യങ്ങൾ വളരെ വിനയപൂർവ്വം രാഷ്ട്ര സേവനമായിട്ട് കരുതി കർമ്മയോഗിയായ യോഗി ആദിത്യനാഥ് ചെയ്തു. അത് ഈ സമാജ്വാദി പാർട്ടിയിലെ അംഗങ്ങൾക്ക് പോലും അംഗീകരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ, അതിലുള്ള അസൂക്ഷ്മത, ഇതെല്ലാം വ്യക്തമാക്കുന്നത് വലിയൊരു പൊട്ടിത്തെറിയാണ് സമാജ്വാദി പാർട്ടിയിലും ഇന്ത്യ മുന്നണിയിലും ഉണ്ടാക്കാൻ പോകുന്നത് യോഗി ആദിത്യനാഥിൻ്റെ സദ്ഭരണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.